എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ അടദോശയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത്. അടദോശ പലതരം പരിപ്പുകളൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത് പ്രോട്ടീൻ റിച്ചുമാണ്. അടദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഗ്ലാസ് തോരപ്പരിപ്പ്, 1/2 ഗ്ലാസ് കടലപ്പരിപ്പ്, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1/4 ഗ്ലാസ് ചെറുപരിപ്പ്, പിന്നെ എരിവിന് ആവശ്യമുള്ള വറ്റൽമുളക്, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉലുവയും കൂടി ചേർത്തിട്ട് ഇത് വെള്ളം തെളിഞ്ഞു വരുന്നോടം വരെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അതിനുശേഷം 4 മുതൽ 5 മണിക്കൂർ വരെ കുതിർക്കാനായി വെക്കുക. 5 മണിക്കൂറിന് ശേഷം നോക്കുമ്പോൾ പരിപ്പും അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൈൻഡറും യൂസ് ചെയ്യാം കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് ജീരകവും ചേർത്തിട്ട് 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഒരുപാട് നൈസ് ആവണമെന്നില്ല, കുറച്ച് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഇത് ഈ ഒരു പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത് കേട്ടോ. അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ 2ാമത്തെ ട്രിപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് കൈയൊന്ന് വാഷ് ചെയ്തതിന് ശേഷം മാവ് കൈകൊണ്ട് തന്നെ കലക്കിയെടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഫെർമെൻറ്റേഷന് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾക്ക് കൈകൊണ്ട് കലക്കുന്നത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ കരണ്ടി വെച്ച് ചെയ്താലും മതി. ഇനി ഇത് അടച്ചിട്ട് 5 മുതൽ 6 മണിക്കൂർ വരെ ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. പാത്രം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കുന്നില്ല, കാരണം മിക്സിയിൽ അരച്ച് പറഞ്ഞാൽ കുറച്ച് ചൂടുണ്ട്. അത് പോയതിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാം. 6 മണിക്കൂറുകൾക്ക് ശേഷം തുറന്നു നോക്കി മാവ് പാകത്തിന് തന്നെ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇപ്പം ആവശ്യത്തിനുള്ളത് മാത്രം ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന മാവാണ്. ഇതിലേക്ക് ഇനി കുറച്ച് കൂട്ടുകളോട് ചേർത്താനുണ്ട്. അതിലത്തെ ആദ്യത്തെയാണ് സവാള. അത് ഞാൻ റാൻഡമായി കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവ് ഒരുപാട് തിക്കായി തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ച് നിങ്ങൾക്ക് ലൂസാക്കാവുന്നതാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ പാകം. ഇനി ഇതിലേക്ക് കുറച്ച് പെരുങ്കായപ്പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ അടദോശയ്ക്ക് സാധാരണ ഇവിടെയുള്ള ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കുക നമ്മുടെ അവിയലാണ്. പക്ഷേ ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് തേങ്ങ കൊണ്ട് കട്ടിച്ചട്നിയാണ്. അത് നന്നായിട്ടുണ്ടാവും. കട്ടിച്ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, പൊട്ടുകടല, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില, ഉപ്പ് എല്ലാം കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനുശേഷം കടുകും കറിവേപ്പിലയും കൂടി ഒരു താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിച്ചട്നി റെഡി. ഇനി നമുക്ക് അടദോശ ചുട്ടെടുക്കാം. അതിനായിട്ടൊരു ദോശക്കല്ലിൽ ഞാൻ കുറച്ച് എണ്ണ തൂവിയിട്ടുണ്ട്. അതിനുശേഷം അടമാവ് ഒഴിച്ചിട്ട് ഒരു മീഡിയം തിക്നെസ്സിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ശേഷം കുറച്ചുകൂടി എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ചിട്ടിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ അടദോശ റെഡി. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പലഹാരമാണിത്. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ അരച്ചെടുത്ത മാവിൽ കുറച്ച് ഭാഗം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. അതിനി നിങ്ങൾ പിന്നീട് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് ആയിട്ട് ഉള്ളിയും കറിവേപ്പിലയും കൊത്തമല്ലിയൊക്കെ അരിഞ്ഞ് ചേർക്കുന്നതാവും കേട്ടോ നല്ലത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയുമായി കാണാം. എല്ലാവർക്കും നന്ദി.